എത്ര പഠിച്ചിട്ടും തലയിൽ കയറാത്ത ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക്, എജുപോർട്ടിന്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏതാണ് സാറേ തലയിൽ കയറാത്ത ടോപ്പിക്? പിടിച്ചോളി. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. മലയാളത്തിൽ പൂരിത ലായനി, അപൂരിത ലായനി എന്ന് നമ്മൾ പറയും. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെഫിനിഷനെക്കാട്ടിലും ഉപരിയായിട്ട് എന്താണ് ഇതിന്റെ കൺസെപ്റ്റ്, എന്താണ് ആശയം എന്ന് വളരെ സിമ്പിൾ ആയിട്ട്, ട്രിക്കി ആയിട്ട് എൻ്റെ മക്കൾ പഠിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, കേൾക്കുക. മക്കളെ, നിങ്ങൾ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു ബീക്കർ എടുക്കുന്നു. വളരെ കൃത്യമായിട്ട് ഒരു ബീക്കർ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ബീക്കറിൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളവും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര, ഷുഗർ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇടുന്നു. ഓക്കെ, ഒന്നാം വട്ടം ഇട്ട സമയത്ത് അല്ലെങ്കിൽ ഷുഗർ അതായത് 1 ടീസ്പൂൺ ഇട്ട നമ്മൾ നന്നായിട്ടൊന്ന് കലക്കുന്നു. അത് ഡിസോൾവ് ആയി പോകുന്നു, അല്ലെ? അത് കലങ്ങി പോകുന്നു, പിന്നെ നമ്മൾ കാണുന്നില്ല. ഓക്കെ, വീണ്ടും നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യവും എന്തിട്ടു? നമ്മൾ ഷുഗർ വീണ്ടും ഇടുകയാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അത് മൊത്തം കലക്കിയെടുക്കുന്നു. വീണ്ടും അത് അപ്രത്യക്ഷമാകുന്നു. റെഡി? ഇനി മൂന്നാമതായിട്ട് നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ അകത്തേക്ക് പഞ്ചസാര ഇടുന്നു, അല്ലെ? ഒന്നായിട്ട് കലക്കുന്നു. അത് അപ്രത്യക്ഷമാവുന്നു, അല്ലെ? ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാലാമത്തെ പ്രാവശ്യം നമ്മൾ ഇതിനകത്തേക്ക് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ഇടുന്ന സമയത്ത് അത് അലിഞ്ഞു ചേരുന്നില്ല, അതിന് അലിയാൻ കഴിയുന്നില്ല, അത് ഡിസോൾവ് ആവുന്നില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൂരിത ലായനി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? അപ്പൊ പൂരിത ലായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ട് അഥവാ ലീനം അലിഞ്ഞു ചേരാത്തൊരു സമയമുണ്ട്. നമ്മളിവിടെ ഒന്നാമത്തെ പ്രാവശ്യം ഇട്ടപ്പോൾ അലിഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടപ്പോൾ അലിഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം ഇട്ടപ്പോൾ അലിഞ്ഞു. പക്ഷേ നാലാമത്തെ പ്രാവശ്യം ഇട്ട സമയത്ത് എന്താണ്? അത് അലിഞ്ഞു ചേർന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ സൊല്യൂഷൻ എന്ത് കണ്ടീഷനിലാണ് മക്കളെ? എന്ത് കണ്ടീഷനിലാണ്? ഇപ്പോൾ അലിഞ്ഞു ചേരാത്ത കണ്ടീഷനിലാണെങ്കിൽ ഈ സൊല്യൂഷൻ എന്ത് കണ്ടീഷനിലാണ്? ഇതിനെ അലിയിപ്പിക്കാൻ കഴിയില്ല. ഒരു സൊല്യൂട്ടിനെ അല്ലെങ്കിൽ ലീനത്തിനെ ഇപ്പോ ഇതിൻ്റെ അകത്തുള്ള വെള്ളത്തിന് അലിയിച്ച് കളയാൻ കഴിയില്ല, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഇത് സാച്ചുറേറ്റഡ് ലെവൽ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൂരിത ലായനി എന്നാണ് നമ്മൾ വിളിക്കുക. കൃത്യമായിട്ട് മനസ്സിലായല്ലോ മക്കളെ? കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ടേം അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അപൂരിത ലായനി എന്ന് പറയും. പൂരിത ലായനി നമ്മൾ ഓൾറെഡി പഠിച്ചു. നമുക്ക് ഇനി പഠിക്കാനുള്ളത് അപൂരിത ലായനിയാണ്. മക്കളെ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കണ്ടോ? ഒന്നാമത്തെ സ്റ്റെപ്പ് ഇട്ടപ്പോൾ അലിഞ്ഞു, രണ്ടാമത്തത് ഇട്ടപ്പോഴും അലിഞ്ഞു, മൂന്നാമത്തത് ഇട്ടപ്പോഴും അലിഞ്ഞു. ഈ അലിഞ്ഞ സമയത്തുള്ള ലായനിയുടെ ഒരു കണ്ടീഷൻ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ ഒന്നാമത് ഇട്ട സമയത്ത് അലിഞ്ഞു, അല്ലെ? രണ്ടാമത് ഇട്ടപ്പോഴും അലിഞ്ഞു, മൂന്നാമത് ഇട്ടപ്പോഴും അലിഞ്ഞു, നാലാമത് ഇട്ടപ്പോഴാണ് അലിഞ്ഞു ചേരാത്തത്. റെഡി? അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൂരിത ലായനി ആവുന്നതിനു മുമ്പെയുള്ള നാലാമത്തെ പ്രാവശ്യം ഇട്ടപ്പോഴാണ് അത് പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ലെവലിലേക്ക് ആയി മാറിയത്. അപ്പോ ഈ പൂരിത ലായനി ആവുന്നതിന് തൊട്ട് മുമ്പെയുള്ള എന്താണ്? ഈ ലായനിയുടെ അവസ്ഥേനെയാണ്, അല്ലെ? അതായത് സാച്ചുറേറ്റഡിലേക്ക് പൂരിത ലായനി ആവുന്നതിന് തൊട്ട് മുമ്പെയുള്ള ലായനികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അപൂരിത ലായനി എന്ന് പറയുന്നത്. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ നോക്കൂ. ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് അപൂരിത ലായനിയാണ് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിലായപ്പോഴും എന്താണ്? അത് അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അപൂരിത ലായനിയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിലും ഇതെന്താണ്? ഇതിൻ്റെ അകത്തുള്ള വെള്ളം എന്താണ്? അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അപൂരിത ലായനിയാണ്. നാലാമത്തേലേക്ക് അൺസാച്ചുറേറ്റഡ് അല്ല, അപൂരിത ലായനിയല്ല, പകരം എന്താണ്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് മാറി അല്ലെങ്കിൽ പൂരിത ലായനിയായിട്ട് മാറി. ക്ലിയർ ആണല്ലോ മക്കളെ? സിമ്പിൾ ആയിട്ട്, ട്രിക്കി ആയിട്ട്, ഈസി ആയിട്ട് നിങ്ങളിത് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ കൂട്ടുകാരന്മാർക്കും അതുപോലെ തന്നെ കൂട്ടുകാരികൾക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരും കൂടി പഠിക്കട്ടെ, അവരോട് മനസ്സിലാക്കട്ടെ, എജുപോർട്ടിന്റെ ക്ലാസ് അവരോട് കാണട്ടെ.
ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, മാത്രമല്ല ലൈക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറന്നു പോരുത്. ഈ ക്രിസ്മസ് എക്സാം നമ്മൾ അടിച്ച് പൊളിക്കും. എഡ്യൂപോഡിനോടൊപ്പം നമ്മൾ അടിച്ച് തകർക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.